ചോദിച്ചേട്ടാ, വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ എടുക്കുന്നല്ലേ ചോദിച്ചേട്ടാ? അതെ. ഇന്ന് നന്മയുള്ള ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. നന്മയുള്ള കാഴ്ച? എന്താ സംഭവം? വായ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നന്മയുള്ള കാഴ്ച നമ്മൾ കാണാൻ പോവാണ് കേട്ടാ. അപ്പം ഞാൻ കൊല്ലം ജില്ലയിലാണ് കേട്ടോ, ആലുംപീടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓട്ടോ ടാക്സി സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. ആ നന്മയുള്ള കാഴ്ച ഞാനിവിടെ കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. വായോ, ഇതാ കണ്ട, ഇതാണ് ഞാൻ ആ പറഞ്ഞ നന്മയുള്ള കാഴ്ച എന്ന് പറയുന്നത്. ഇതൊരു അലമാരിയാണ് കേട്ടോ. അപ്പോൾ ഈ അലമാരിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. സോനു, എന്താ പ്രത്യേകതകളൊക്കെ പറഞ്ഞേ? ഈ അലമാരിയിൽ ഇന്ന് 1046 ദിവസം തികയുന്നു ഈ വിശന്ന് വരുന്നവർക്ക് ആഹാരം കൊടുക്കുന്ന അലമാരയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു ഓട്ടോ സ്റ്റാൻഡിലും അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലെ ഇത്രയും നാളുകളായിട്ട് ഇങ്ങനൊരു സംരംഭം ഉണ്ടാവുമോ? കേരളത്തിൽ ഓട്ടോ ടാക്സി കൂട്ടായ്മയുടെ ആദ്യത്തെ ഭക്ഷണ അലമാരി ഇതാണ്. എന്താണ് ഇങ്ങനെ ഒരു ആശയം തോന്നാൻ കാരണം? ഈ ആശയം ഞങ്ങൾക്ക് തോന്നാൻ കാരണം കോവിഡ് കാലത്ത് ജനങ്ങൾ ഒരുപാട് പേര് ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടി. എന്നിട്ട് ഇവിടുത്തെ ഓട്ടോക്കാരാണ് കോവിഡ് കാലത്ത് ഈ രോഗികളെ കൊണ്ട് സൗജന്യമായ ആശുപത്രിയിൽ എത്തിക്കുകയും അവരെ തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്ത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് മനസ്സിലായി. ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭക്ഷണാലമാര സ്ഥാപിച്ചത്. അതായത് എവിടെയുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന് ഈ ഭക്ഷണപ്പൊതി എടുത്തുകൊണ്ട് പോവാ? ഈ നാട്ടിൻ പ്രദേശത്ത് വിശപ്പ് അനുഭവിക്കുന്നവരും ദൂര സ്ഥലങ്ങളിൽ നിന്നും ഉള്ളവരെല്ലാം വരും. വിശപ്പ് അനുഭവിക്കുന്ന ആർക്കും ഏത് സമയത്ത് രാവിലെ 6 തൊട്ട് വൈകിട്ട് 6 മണി വരെ ഏത് സമയത്തും ഏത് ആളുകൾക്കും വന്ന് വിശക്കുന്നവർക്ക് വന്ന് അതായത് ഭക്ഷണം മാത്രമല്ല, വെള്ളമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് ആരെ കൊണ്ടുവരുന്നതും ഈ ഒരു സഹായം ചെയ്യണതും? ഈ ആദ്യം ഓട്ടോ ടാക്സി കൂട്ടായ്മയായിരുന്നു ഭക്ഷണം വെച്ചത്. പിന്നെ അത് നാട്ടുകാരുടെ സഹായം ഉണ്ടായി, പ്രവാസികളുടെ സഹായം ഉണ്ടായി, ഈ നാട്ടിലെ സമ്പന്നര് തൊട്ട് കീഴ്ത്തട്ടിലുള്ള താഴെ കൂലിപ്പണിക്ക് വരെ പോകുന്ന ആളുകളുടെ ഒരു വലിയ സഹായം ഉണ്ടായി. ഒരു നാട് ഏറ്റെടുത്തു. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. വിശപ്പ് തന്നെയാണ് ഏറ്റവും വലുത് അല്ലേ? അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് ഈ ഒരു സംഭവം എടുക്കാനായിട്ട് ഈ അലമാരിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ തുടക്കത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു നടത്തിപ്പ് എന്ന് പറയാൻ? തുടക്കം മുതൽ നല്ലൊരു കാര്യമായിരുന്നു. തുടക്കം മുതൽ വൻ വിജയമായിട്ട് മാറി. ഇത് തുടങ്ങിയ ദിവസം തൊട്ട് വലിയ വിജയമായിട്ട് ഒരേ ദിവസം കഴിയും തോറും വലിയ വിജയകരമായി മുന്നോട്ട് പോവുകയായിരുന്നു. അതെ അല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ കൊല്ലത്ത് വന്നതാണ്. കൊല്ലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഓച്ചിറയിലുള്ള നമ്മുടെ 2 സുഹൃത്തുക്കളാണ്. അപ്പോൾ ഇവരാണ് ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ടെന്ന് എനിക്ക് പരിചയപ്പെടുത്തി തന്നത്. ഇതിൻ്റെ തുടക്കം ഈ ഭക്ഷണാലമാരി വെച്ചിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സോഫിയും 3 കുട്ടികളുമായിട്ട് ഈ അലമാരയിൽ വരികയാണ്. സോഫി 3 കുട്ടികളുമായിട്ട് വന്ന് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ, പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ അലമാരിയിൽ കൊണ്ടുവെക്കുകയാണ്. ഇതാരും പറഞ്ഞിട്ടൊന്നുമല്ല, അവരുടെ മനസ്സിൻ്റെയാണ്. ആ മനസ്സുകൊണ്ടാണ് രാവിലെ ഈ ഭക്ഷണം ഇവിടെ ഈ അലമാരിയെ കൊണ്ടുപോകുക. അങ്ങനെ ഒരു 100 ദിവസത്തോളവും തുടർച്ചയായി ഈ അലമാരയിൽ ഭക്ഷണം വെച്ചു. തീർച്ചയായിട്ടും നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊക്കെ കുറച്ച് നാളെ ഭൂമിയിലുള്ളൂ. നമ്മൾ മറ്റുള്ളവരെ ഈ രീതിയിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സഹായിക്കുക. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഈ അച്ഛന്മാരൊക്കെ എന്താ പറയുക വിശന്ന് വന്ന് നിൽക്കുന്നവരാണ്. അപ്പോൾ ഇതിൽ നിന്നാണ് ഇവർക്ക് ഭക്ഷണം എടുത്ത് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു കാര്യം ചെയ്തോ, സോഫി തന്നെ 100 ദിവസം കൊടുത്ത ആളല്ലേ, അപ്പോൾ എന്തായാലും ഭക്ഷണം എടുത്ത് കൊടുത്തോ. അപ്പോൾ അതാ അങ്ങനെ ആ നന്മയുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ പോണത്. ഇതാ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം മേടിക്കാനായിട്ട്. ഇതിൽ നാണക്കേടോ മാനക്കേടിൻ്റെ ഒന്നും ഒരു കാര്യമില്ല കേട്ടാ. ഇതങ്ങനെ കണ്ട ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ശരിക്കും ഈ ഓട്ടോക്കാരുടെ നന്മ എന്താണെന്നറിയോ? ലോകം അറിയേണ്ടത് തന്നെയാണ് കേട്ടോ. പറഞ്ഞ സമയം കൊണ്ട് ഇതേ അലമാരി കാലിയായിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ചോറൊക്കെ വരും? ദിവസം ചിലപ്പോൾ 40-50 ചോറൊക്കെ വരും അല്ലേ? അപ്പോൾ സ്ഥിരമായിട്ട് ഈ ഒരു അലമാരിനെ ആശ്രയിച്ചിരിക്കുന്ന കുറേ പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ പറയുക, വിശക്കുന്നവന് ഭക്ഷണം അത് തന്നെയാണ്. 1046 ദിവസമാണ് കേട്ടോ. ഇതേവിടെ ഒരുപാട് ആൾ. ചേട്ടൻ വന്ന ചേട്ടാ, ഈ ഓട്ടോക്കാർക്ക് പുറമെ ഇവിടെ വ്യാപാരി വ്യവസായിയായിട്ട് ചേട്ടൻ വരുന്ന മനോഹരൻ ചേട്ടൻ സെക്രട്ടറിയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് എല്ലാവരും കാണിക്കാൻ പറ്റുന്നില്ല. ഒരുപാട് ആൾക്കാർ ഇവിടെ ഓട്ടോ ചേട്ടന്മാരൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സഹകരണത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു മഹാസംരംഭം തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെയ്യുന്ന ആളുകൾ എനിക്ക് തോന്നുന്നു പല സ്ഥലത്തുണ്ടാവും. പക്ഷേ ഒരു സംരംഭം തുടങ്ങിയിട്ട് അതിങ്ങനെ എന്താ പറയുക ഇത്ര ദിവസത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പത്തിനൊപ്പം ഇവർ നിന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നന്മയുള്ള വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.